എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസൈനൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. പുതിയതായി മെഷീൻ വാങ്ങുന്നവർക്ക് കുറച്ച് സ്റ്റിച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അത് കോമൺ ആണ്, എല്ലാവർക്കും അങ്ങനത്തെ പ്രോബ്ലംസ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഒരു കമൻറ്റ് വന്നിരുന്നു എനിക്ക്, സ്റ്റിച്ച് പ്രോബ്ലംസ് വരുന്നുണ്ടെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീഡിയോ ഇടണമെന്ന് കരുതിയതാണ്. പക്ഷേ എൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയിപ്പോയി. എൻ്റെ മെഷീൻ എന്താ കംപ്ലൈൻ്റ് ആയെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് വരുന്നുണ്ടാകും. ഇതുപോലെ അടിഭാഗത്ത് കെട്ട് വീഴുന്നുണ്ടാകും, അല്ലെങ്കിൽ ബോബിനിലെ ത്രെഡ് ഇതുപോലെ മുകളിൽ കാണുന്നുണ്ടാകും. ബോബിനിലിട്ട വൈറ്റ് ത്രെഡ് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണും, അല്ലെങ്കിൽ ഇതുപോലെ കെട്ട് വീഴും. അങ്ങനെ ചില പ്രോബ്ലംസ്, നൂല് പൊട്ടിപ്പോകും, അങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ടാകും. അതൊക്കെ എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ത്രെഡ് ഇടുമ്പോൾ കറക്റ്റായിരിക്കണം നമ്മൾ ത്രെഡ് ഇടുന്നത്. ഞാൻ ത്രെഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി പറയുകയാണ്. ത്രെഡ് നമ്മൾ ഈ ഇതിനെ നമ്മൾ ടെൻഷൻ എന്ന് പറയും. ആ ഫുള്ള് സെറ്റിന് ടെൻഷൻ എന്ന് പറയും. ആ ടെൻഷൻ്റെ അവിടെ 2 പ്ലേറ്റ് ഉണ്ടല്ലോ, ആ പ്ലേറ്റിൻ്റെ നടുക്കിൽ കൂടെ വേണം ആ ത്രെഡ് നമ്മൾ ഇടാൻ. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയേ നമുക്ക് സ്റ്റിച്ച് ശരി വീഴില്ല. ഞാൻ ആ ത്രെഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ഇട്ട് കാണിച്ചു തരാം. ആ 2 പ്ലേറ്റിൻ്റെ നടുക്കിൽ കൂടെ ത്രെഡ് ഇട്ടിട്ട് ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് ഇവിടെ നീഡിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടാണ് നമ്മൾ ത്രെഡ് ഇടേണ്ടത്. നീഡിൽ നമ്മളത് ഈ ഭാഗമാണ് നമ്മുടെ സൈഡിലോട്ട് വരേണ്ടത്. ഈ ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് അപ്പർ സൈഡിലായിരിക്കണം. ഈ ഭാഗം നമ്മുടെ സൈഡായിരിക്കണം. ഇതിൽ കൂടെ ത്രെഡ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ത്രെഡ് വലിച്ച് എടുക്കേണ്ടത്. എൻ്റെ മെഷീനിന് എന്താണ് പ്രോബ്ലം പറ്റിയതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു സ്പ്രിങ് കാണുന്നില്ലേ? ആ സ്പ്രിങ് നമുക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ. എൻ്റെ മെഷീനിൽ ആദ്യം ഉണ്ടായ സ്പ്രിങ് കുറച്ച് ലൂസായിരുന്നു. അങ്ങോട്ട് താഴോട്ട് നീക്കുമ്പോൾ അത് തിരിച്ച് വന്ന് അതേ സ്ഥലത്ത് നിൽക്കണം. ശരിക്കുള്ള സ്പ്രിങ് അങ്ങനെയായിരിക്കും. പക്ഷേ എൻ്റെ കുറച്ച് ലൂസായിരുന്നു. നമ്മളതിങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോൾ അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരണം. അങ്ങോട്ട് നീങ്ങിയിട്ട് താഴോട്ട് പോയിട്ട് പിന്നെ മുകളിലോട്ട് വരണം. ശരിക്കും അങ്ങനെയാണ് സ്പ്രിങ് ഉണ്ടാവേണ്ടത്. പക്ഷേ എൻ്റെ ആദ്യം ഉണ്ടായ സ്പ്രിങ് ലൂസായിട്ട് താഴോട്ടാക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും, തിരിച്ച് മുകളിൽ വരില്ല. അങ്ങനെയായിരുന്നു. ഇത് കുറച്ച് മെഷീന് കുറച്ച് മേടിച്ചിട്ട് സമയമായതുകൊണ്ട് അത് കുറച്ച് സ്പ്രിങ് ലൂസായിപ്പോയി. അതിന് എനിക്ക് വേറെ സ്പ്രിങ് ഇവിടെ അടുത്ത് ഷോപ്പിലൊന്നും കിട്ടിയില്ല. കുറേ അന്വേഷിച്ചു. അങ്ങനെ പിന്നെ ഇന്നലെയാണ് കിട്ടിയത്. ഇന്നലെ പിന്നെ പോയി സ്പ്രിങ് ഒക്കെ ഇടിച്ചിട്ട് കൊണ്ടുവന്നു. ഇപ്പം അത് കറക്റ്റായിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് നീക്കുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് വന്നത് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ആ പ്ലേറ്റിൻ്റെ നടുക്കിൽ കൂടെ ത്രെഡ് ഇട്ടില്ലെങ്കിൽ, നമ്മൾ ത്രെഡ് ഇടുന്നത് മിസ്സായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് കാണിച്ചു തരാം. സ്റ്റിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് നീക്കി ഇടുന്നുണ്ട്. ആ ത്രെഡിനെ എടുത്തിട്ട് ആ പ്ലേറ്റിൻ്റെ സൈഡിൽ കൂടെ ഇടുന്നുണ്ട്. അതിപ്പോൾ ആ പ്ലേറ്റിൻ്റെ പുറത്താണ് ത്രെഡ് ഉള്ളത്. ഇങ്ങനെ ഇട്ടിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് ഇടുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഇടുമ്പോഴേക്കും അവിടെ ഒരു പിടുത്തം വന്നു, സ്റ്റിച്ച് ഒരു പിടുത്തം വന്നു. ഇതിങ്ങനെ സ്റ്റിച്ച് ലൂസായി പോയിട്ടുണ്ട്. സ്റ്റിച്ച് ഇതുപോലെ ലൂസായിട്ടുണ്ട്. മുകളിൽ അടിഭാഗത്ത് ഇതുപോലെ കെട്ട് വീണിട്ടുണ്ട്. ഇതുപോലെ കെട്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടലിനകത്ത് പോയി നൂല് കുടുങ്ങിയിട്ട് ഫുള്ള് മെഷീൻ കംപ്ലൈൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. ഇപ്പം ഞാൻ ആ ത്രെഡ് ശരിക്കും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ 2 പ്ലേറ്റിൻ്റെ നടുക്കിൽ കൂടെ തന്നെ ത്രെഡ് ഇട്ടു. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് കണ്ടോ? മുകളിലത്തെ സ്റ്റിച്ച് നന്നായി വരുന്നുണ്ട്. അടിഭാഗത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ആ പ്ലേറ്റിൽ നിന്ന് പുറത്ത് ഇടുമ്പോഴേക്കും നമുക്ക് അത്രയ്ക്കും വ്യത്യാസം വന്നു. ചെറിയ പ്രോബ്ലംസാണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ സ്റ്റിച്ച് മുകളിലത്തെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗത്തും കറക്റ്റാണ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ചെറിയൊരു മാറ്റം വരുത്തുമ്പോഴത്തേനും സ്റ്റിച്ച് നന്നായി വന്നു. ഇനി നമ്മൾ ത്രെഡ് ആ പ്ലേറ്റിൻ്റെ നടുക്ക് കൂടെ ഇട്ടാലും
ഇതുപോലെ സ്റ്റിച്ച് ലൂസായി വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ത്രെഡൊക്കെ ശരിക്കും ഇട്ടു, നീഡിലൊക്കെ കറക്റ്റാണ്, എല്ലാം ശരിയാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് അതുപോലെ ലൂസായിട്ട് വരും. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് സ്റ്റിച്ച് ലൂസായിട്ട് വരുന്നുണ്ട്. നല്ല ലൂസാണ്. നമുക്കിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ വരും. കട്ട് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ലൂസ് സ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഈ ടെൻഷനെടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ടെൻഷനെടുത്ത് ഒന്ന് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ച് കൊടുത്താൽ മതി. കൂടുതൽ തിരിക്കരുത്. ആദ്യം ഒരു കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ചിട്ട് നോക്കണം. ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി ടൈറ്റ് ചെയ്യുക, പിന്നെ സ്റ്റിച്ചിട്ട് നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റാക്കിയിട്ട് സ്റ്റിച്ച് ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. സ്റ്റിച്ച് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ സിൽക്ക് ത്രെഡിൽ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ച് കറക്റ്റായിരിക്കും. പെട്ടെന്ന് ജെറി ത്രെഡിലോട്ട് മാറ്റുമ്പോൾ സ്റ്റിച്ച് ലൂസ് വരികയും അല്ലെങ്കിൽ ത്രെഡ് ടൈറ്റായിട്ട് ത്രെഡ് പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ഉള്ളപ്പോഴും ഇതുപോലെ ടെൻഷനിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സ്റ്റിച്ച് ലൂസാണെങ്കിൽ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ത്രെഡ് കട്ടാവുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടിഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ അടിഭാഗത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് വരേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ മുകൾ ഭാഗത്ത് ഇട്ട സിൽക്ക് ത്രെഡ് തന്നെയാണ് അടിഭാഗത്തും കാണുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ബോബിനിൽ ഏത് ത്രെഡാണോ ഇട്ടത് ആ ത്രെഡാണ് അടിയിൽ വരേണ്ടത്. ഫുള്ളായിട്ടും ആ ത്രെഡിൻ്റെ കളർ വന്നില്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും ആ കളർ വരണം. അല്ലെങ്കിൽ നമ്മൾ മുകൾ ഭാഗത്തിടുന്ന സിൽക്ക് ത്രെഡും ജെറി ത്രെഡും ഒക്കെ പെട്ടെന്ന് തീർന്നു പോകും. അത് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആ യെല്ലോ കളർ ത്രെഡാണ് കൂടുതലും വരുന്നത്. കുറച്ച് വൈറ്റ് കളർ ത്രെഡ് കാണുന്നുണ്ട്. ഇങ്ങനെയല്ല, കുറച്ചും കൂടി വൈറ്റ് കളർ നമുക്ക് അവിടെ വരണം. ഞാൻ ത്രെഡ് മാറ്റാം. അത് രണ്ട് യെല്ലോ കളർ ആയതുകൊണ്ട് എല്ലാം വൈറ്റല്ല, ഞാൻ ബോബിനിൽ ഒരു വേറെ ത്രെഡാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തന്നിരുന്നു. നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണമെങ്കിൽ ഇടാൻ. നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന വൈറ്റ് ത്രെഡ് ഇട്ടാലും മതി. ഇപ്പം ഞാൻ വേറെ കളറിലുള്ള ത്രെഡ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവിടെ നമ്മൾ ബോബിനിലിട്ട ത്രെഡ് കൂടുതലായിട്ട് കാണുന്നില്ല, കുറച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആദ്യം ഇട്ടപ്പോൾ ആ ബോബിൻ്റെ സൈഡിലൊരു ഹുക്കുണ്ട്. ആ ഹുക്കിനകത്തോട്ട് ത്രെഡ് ഇട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ ഹുക്കിനകത്തോട്ട് ത്രെഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ഇട്ട് നോക്കാം ശരിയാകുമെന്ന്. ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം ഇട്ട പോലെ തന്നെയാണ്, ആദ്യത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും. ഇനി ഞാനിവിടെ ഈ ചെറിയൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അവിടെ ആദ്യം കാണുന്ന സ്ക്രൂ ആണ്, കുറച്ച് വലിയ സ്ക്രൂ ആണ്. അതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ അത് ലൂസാവും. ലൂസ് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റിച്ചിട്ട് നോക്കാം. എന്താ കണ്ടോ, ഇപ്പോൾ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വൈറ്റ് കളർ ത്രെഡ് അവിടെ കാണുന്നുണ്ട്.
പിങ്ക് കുറവായി വൈറ്റ് കളറാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. ഇനി ഒന്നും കൂടി കുറച്ചും കൂടി ലൂസ് ചെയ്ത് നോക്കാം. ചെറുതായിട്ട് ഒരു കുറച്ച് തിരിച്ചാൽ മതി. അതെൻ്റെ സ്ക്രൂ ഡ്രൈവർ വലുതായതുകൊണ്ട് അത് തിരിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര തിരിക്കുന്നത്. ഞാൻ അത്രയൊന്നും തിരിക്കുന്നില്ല. കുറച്ച് ഒരു റൗണ്ടും വേണ്ട, പകുതി കുറച്ചൊന്ന് തിരിച്ച് കൊടുത്തിട്ട് കുറച്ചാണ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ചിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ഒന്നും കൂടി ലൂസ് ചെയ്തിട്ട് സ്റ്റിച്ചിട്ട് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടി വൈറ്റ് കളർ തെളിഞ്ഞ് കാണുന്നുണ്ട്. ആദ്യത്തേനെക്കാട്ടിയും കുറച്ചും കൂടി വൈറ്റ് കളർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഫുള്ള് വൈറ്റ് വന്നില്ലെങ്കിലും ഇത്രയെങ്കിലും വരണം. അത് ആദ്യം ഈ ഫ്ലവറിൻ്റെ അടിയിൽ കണ്ടോ, ഫുള്ള് യെല്ലോ കളറായിരുന്നു. വൈറ്റ് കളർ കുറച്ചും കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇത്രയെങ്കിലും വൈറ്റ് കളർ ത്രെഡ് വരണം. എന്നാലാണ് അതിൻ്റെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് അറിയുള്ളൂ. ഇനി എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ വരുന്ന അടുത്തൊരു പ്രശ്നമാണ് ഈ ബോബിനിലെ ത്രെഡ് മുകൾ ഭാഗത്ത് കാണുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിൽ ശരിക്കും സിൽക്ക് ത്രെഡാണ് വരേണ്ടത്. പക്ഷേ ബോബിനിലെ ത്രെഡ് നമുക്ക് ചില സമയത്ത് മുകളിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാം കൂടി ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളാകെ കൺഫ്യൂസായി പോവും. അടുത്ത വീഡിയോ നാളെ തന്നെ ഇടാം. ഇത്രയൊക്കെയാണ് എംബ്രോയ്ഡറി മെഷീനിൽ വരുന്ന ഒരു ചെറിയ പ്രോബ്ലംസ്. ഇതൊക്കെ നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. താങ്ക് യു.